നമസ്കാരം. ഫോർട്ടിക്ക ന്യൂസിലേക്ക് സ്വാഗതം. യുദ്ധങ്ങൾക്കെല്ലാം ഒടുവിൽ പല വീരവാദങ്ങളും മുഴക്കി നടക്കുക എന്നത് ട്രംപിന്റെ ഒരു വിനോദമാണ്. ലോകത്തിന് മുന്നിൽ എപ്പോഴും തന്റെ പേര് ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടിയുള്ള പല കാട്ടിക്കൂട്ടലുകളുമാണ് ട്രംപ് ഇതുവരെ ലോകത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. എന്നാൽ 12 ദിവസക്കാലത്തോളം നീണ്ട യുദ്ധത്തിന് ശേഷം ഇറാൻ ഇസ്രയേൽ കരാർ രംഗത്ത് വന്നതിന് പിന്നാലെ ഇറാന്റെ വിജയം പ്രഖ്യാപിച്ചുകൊണ്ട് ആയത്തുള്ള അലി ഖമേനി രംഗത്ത് വരികയായിരുന്നു. എന്നാൽ അത് ട്രംപിനെ ഒട്ടും ബോധിച്ചിരുന്നില്ല. എന്നാൽ ഖമേനിയുടെ ജീവൻ രക്ഷിച്ച താനാണെന്ന വാദവുമായിരുന്നു ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ എത്തിയത്. ഇറാന് യുദ്ധവിജയം കണ്ടു എന്ന ഖമേനിയുടെ അവകാശവാദം വെറും നുണയാണെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. മാത്രവുമല്ല, ഖമേനിയുടെ രാജ്യം നശിപ്പിക്കപ്പെട്ടുവെന്നും 3 ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കിയെന്നുമാണ് ട്രംപ് കൂട്ടിച്ചേർത്തത്. എന്നാൽ ഖമേനി അഭയം പ്രാപിച്ചത് എവിടെയാണെന്ന് തനിക്കറിയാമെന്നും അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിക്കാൻ താൻ അനുവദിച്ചില്ലെന്നുമാണ് ട്രംപ് പറയുന്നത്. ഇനിയും ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനിയും ഇറാനെ ആക്രമിക്കുമെന്ന് തന്നെയാണ് ട്രംപ് ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നത്. വീണ്ടും ഒരു തുറന്ന ഭീഷണിയാണ് ഇവിടെ ട്രംപ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനുള്ള കനത്ത മറുപടിയും ട്രംപിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ നിന്ദ്യമായ മരണത്തിൽ നിന്ന് രക്ഷിച്ചതായുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തെ അപലപിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി രംഗത്ത് വന്നിരിക്കുകയാണ്. സമാധാന കരാർ ആഗ്രഹിക്കുന്നതിൽ പ്രസിഡന്റ് ട്രംപിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയോട് കാണിക്കുന്ന അനാദരവും അസ്വീകാര്യമായ പരാമർശം ഒഴിവാക്കുകയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരെ വേദനിപ്പിക്കുന്നത് അവസാനിപ്പിക്കുകയും വേണമെന്ന് അദ്ദേഹം കുറിച്ചു. നമ്മുടെ മിസൈലുകൾക്ക് ഇരയാകാതിരിക്കാൻ ഡാഡിയുടെ അടുത്തേക്ക് ഓടുകയല്ലാതെ ഇസ്രയേലിന് മറ്റൊരു മാർഗവുമില്ല എന്നാണ് തന്റെ എക്സ് പോസ്റ്റിലൂടെ ഇസ്രയേലിനെ പരിഹസിച്ചത്. ഭീഷണികളെയും അപമാനങ്ങളെയും ദയയോടെ സ്വീകരിക്കുന്ന നയമല്ല തങ്ങളുടേതെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതാ ട്രംപിന്റെ ഭീഷണികളെയെല്ലാം കാട്ടിൽ പറത്തി ഇറാൻ അതിന്റെ ആണവ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അമേരിക്കൻ B-2 സ്റ്റെൽത്ത് ബോംബറുകൾ ഫോർദോ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ട ദിവസങ്ങൾക്ക് ശേഷം ഇറാൻ അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ തെളിവുകളായി ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. മാക്സർ ടെക്നോളജീസ് ആണ് ഈ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഫോർദോ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് വലിയ JCB ബുൾഡോസറുകൾ പോലെയുള്ള യന്ത്രങ്ങൾ മാറ്റിയിട്ടുണ്ടെന്നും അവിടെ മണ്ണെടുക്കുന്നതിനോട് സാമ്യമുള്ള ചില ലക്ഷണങ്ങളാണ് ചിത്രങ്ങളിൽ നിന്നും ദൃശ്യമാവുന്നതെന്നുമാണ് മാക്സർ ടെക്നോളജീസ് വെളിപ്പെടുത്തുന്നത്. ഇസ്രയേലിന് അതിന്റെ നാശനഷ്ടങ്ങളിൽ നിന്ന് കരകയറാനാകാതെ പിച്ചച്ചട്ടി എടുത്തിരിക്കുന്ന സമയത്താണ് ഇറാൻ ഇവിടെ വീണ്ടും അവരുടെ ആണവ കേന്ദ്രങ്ങളെ വികസിപ്പിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ട്രംപിനും നെതന്യാഹുവിനും വലിയ തിരിച്ചടി തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇറാൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയാണ്.